ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഐസ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്നലെ നമ്മൾ ആ വീഡിയോ ഇട്ട ഉടനെ തന്നെ ഐസ് നെറ്റ്വർക്കിൻ്റെ OKX ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാ ഐസ് മൈൻ ചെയ്യുന്ന ആളുകൾക്കും വളരെ വലിയ ഒരു കൺഗ്രാറ്റ്സ്. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് എല്ലാവർക്കും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർ നമുക്ക് ആ കോയിൻസിൻ്റെ വിഡ്രോവൽസിനും കാര്യങ്ങളിലും ഒക്കെ ചെറിയ ക്രൈറ്റീരിയാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഐസ് നെറ്റ്വർക്ക് പോലെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും നമ്മുടെ ഐസ് നെറ്റ്വർക്ക് പോലെ തന്നെ തീർച്ചയായിട്ടും ഫ്രീ ഓഫ് കോസ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിനെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഓവർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു പ്രൊജക്റ്റാണ്. ഇവരുടെ ബീറ്റ ഫേസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചും എങ്ങനെയാണ് ഈ പ്രൊജക്റ്റിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നമ്മുടെ ടെലഗ്രാമിൽ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ പോയിൻറ്റ്സ് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. സോ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് തരാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ഈ ഒരു ഓവർ വാലറ്റ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെ പോയിൻറ്റ്സ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് അവരുടെ എയർ ഡ്രോപ്പിന് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ടോട്ടൽ 1 ബില്യൺ ആണ് ഇവരുടെ കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത്. അതിൽ 15% ഇവർ എയർ ഡ്രോപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 150 മില്യണോളം ടോക്കൺസ് അവർ എയർ ഡ്രോപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ടോക്കൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോക്കണിൻ്റെ ടോട്ടൽ സപ്ലൈ മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ 10 വർഷത്തോളം എടുക്കും. സോ തുടക്കത്തിൽ വളരെ കുറച്ച് ടോക്കൺസ് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുവാനുള്ള പോസിബിലിറ്റിയും ഇതിൽ വളരെ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഇവരുടെ എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കിതിൽ ഡെയിലി പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവരുടെ ഓവർ വാലറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ഡിവൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഓവർ വാലറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഓവർ വാലറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ID അവിടെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വീണ്ടും തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് കയറാം. തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നിക് നെയിം കൊടുത്തതിന് ശേഷം നമ്മുടെ ഇൻവിറ്റേഷൻ കോഡ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഞാനത് ടെലഗ്രാമിലും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഈ ഒരു ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു 1000 ഓവർ പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ആ ഒരു 1000 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വെൽക്കം ബോണസ് ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു 1000 ഓവർ പോയിൻറ്റ്സും കൂടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ ജസ്റ്റ് ആ ക്ലെയിം 1000 പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 1000 പോയിൻറ്റ്സ് എക്സ്ട്രയും വേറെയും കിട്ടും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഡെയിലി പോയിൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കാം. അതായത് ഡെയിലി നിങ്ങൾ ഇതിനകത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിവസവും നിങ്ങൾക്ക് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലെയിം അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം 94 പോയിൻറ്റ്സ് എനിക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നിങ്ങൾ ദിവസവും ക്ലെയിം ചെയ്ത് അങ്ങനെ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ക്വിസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ക്വിസിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഓവർ പോയിൻറ്റ്സ് സ്റ്റേക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ചെറിയ രീതിയിലേക്കുള്ള ഏണിങ്സ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ 1000 പോയിൻറ്റ്സ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ആയി വരുന്നത് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ അതൊരു 1 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് ക്വിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ചില കാർഡ്സ് കിട്ടുന്നുണ്ട്. സോ ആ ഒരു കാർഡ്സൊക്കെ ഭാവിയിൽ അവരുടെ ടോക്കൺ ലോഞ്ച് വരുന്ന സമയത്ത് ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരെ ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 500 പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലെ ക്വിസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ മിഷൻസിൽ അവിടെ ആ ഡെയിലി ക്വിസ് എന്നുള്ള ഭാഗത്ത് കാണാനായിട്ട് പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ക്വിസ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്നത്തെ ചോദ്യോത്തരവും ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഡെയിലി ക്വിസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട്
എന്നിട്ട് സ്റ്റാർട്ട് ടുഡേയ്സ് ക്യൂസ് എന്നുള്ള അടിക്കാം. സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണും, അതിനകത്ത് കുറേ ഓപ്ഷൻസ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇന്നത്തെ ആൻസർ എന്ന് പറയുന്നത് എസെൻഷ്യൽ ഡാറ്റയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി വരുന്ന ക്യൂസിന് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പാടെ അങ്ങനെ കോപ്പി ചെയ്യുക. അതിനുശേഷം നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് ആൻസർ കിട്ടും. സോ എവിടെയും ആൻസർ തേടി നിങ്ങൾ അലയേണ്ട ആവശ്യമില്ല. സോ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓവർ പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിത്തിൻ നെക്സ്റ്റ് 6 months ഇവരുടെ ടോക്കൺ ലോഞ്ച് ഉണ്ടാവുമെന്നാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇന്ന് തന്നെ ചെയ്യുക, മാക്സിമം പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഐസ് നെറ്റ്വർക്കിൻ്റെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട ഉടനെ തന്നെ ഐസ് നെറ്റ്വർക്കിൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ 19-ാം തീയതി OKX എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കൂടെ അവർ തന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് നെറ്റ്വർക്കിൻ്റെ OKX വാലറ്റിലുള്ള അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ എതേറിയം അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലെ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ OKXലുള്ള ഐസ് നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് എന്താണ് മെച്ചമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്ലെയിം വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് അവരോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് കൊടുക്കാനായിട്ട് BNB കയ്യിലില്ല എങ്കിൽ തീർച്ചയായിട്ടും OKXൽ പോയിട്ട് ഡെപ്പോസിറ്റ് സെക്ഷനിൽ പോയിട്ട് ഐസ് എന്ന് സെർച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ഐസ് നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് നമ്മുടെ ആപ്പിൽ കൊണ്ടുപോയിട്ട് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് വാലറ്റിലാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും വാലറ്റിലേക്കും ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യുന്നത് വാലറ്റിലാണ്. കാരണമൊന്നുമല്ല, നമുക്കിപ്പം ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോബ്ലംസ് നിലനിൽക്കുന്നുണ്ട്. ഇനി ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് എങ്ങാനും നമുക്ക് ആ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വാലറ്റിലേക്കാക്കി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു വിഡ്രോവൽസിന് ഇവർ കുറച്ച് ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 1-2 നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. അതായത് നമ്മൾ KYC സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു മിനിമം ബാലൻസ്, അതായത് 1000 ഐസ് ടോക്കൺസ് എങ്കിലും നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ BNB അഡ്രസ്സ് ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആക്റ്റീവ് മൈനിങ് സെഷൻ, അതായത് തുടർച്ചയായിട്ട് മൈൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ അവർ റിവാർഡ്സ് കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് അറിയാനായിട്ട് പറ്റുള്ളൂ. 17-ാം തീയതി ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വിഡ്രോ ചെയ്യണം എന്നുള്ള വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ടു ഓൾ ഐസ് മൈനേഴ്സ്. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഐസ് നെറ്റ്വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട്സൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ഏത് പ്രൈസിലായിരിക്കും ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ടോക്കണോമിക്സ് ഒന്നും റിലീസായിട്ടില്ല. എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓവർ വാലറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ മാക്സിമം ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മുടെ വളരെ കുറച്ച് സമയം മാത്രം നീക്കി വെച്ചാലും മതിയാവും. തീർച്ചയായിട്ടും ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.